ചിലപ്പോൾ ഡിസ്പ്ലേ ഡ്രൈവർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലും മതി. ഫാനും കറങ്ങുന്നില്ല, അപ്പോൾ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, നോക്കട്ടെ. ലാപ്ടോപ്പിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ, അതേപോലെ ഈ പോർട്ടിൽ വരുന്ന സൈഡിൽ ബെൻഡ് വരുന്ന ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ 5310 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ കംപ്ലീറ്റ് റീസ്റ്റോറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ലാപ്ടോപ്പ് ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു സിസ്റ്റമാണ്. ഇതൊരു വേസ്റ്റിലേക്ക് പോയ സിസ്റ്റത്തിനെ നമ്മൾ അവിടുന്ന് റിക്കവർ ചെയ്തെടുത്താണ്. ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൽ വരുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ ഈ സൈഡിൽ ബോർഡ് വെൻ്റാണ്, അതേപോലെ ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ഇൻറ്റേർണൽ തെർമൽ പേസ്റ്റ് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ തെർമൽ പേസ്റ്റ് റീപ്ലേസ്മെൻറ്റ്, അതേപോലെ ഇതിൻ്റെ ടോട്ടൽ മദർ ബോർഡ് ക്ലീനിങ് ആൻഡ് റിപ്പയറിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ കുറച്ച് നിങ്ങൾക്ക് ബേസിക്സ്, അതായത് ഹാർഡ്വെയർ, ലാപ്ടോപ്പിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് കുറച്ച് ബേസിക്സ് നിങ്ങൾക്ക് അറിയണം. അത് സ്വന്തം റിസ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ലാപ്ടോപ്പിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ, അതേപോലെ ഈ പോർട്ടിൽ വരുന്ന സൈഡിൽ ബെൻഡ് വരുന്ന ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുമ്പോഴും ഇത്തരം സ്ലിം ആയിട്ടുള്ള ലാപ്ടോപ്പിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഇത് ടോട്ടൽ സിസ്റ്റത്തിന് ഡെഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ വീഡിയോ ഞാനോ ഈ ചാനലോ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഡാമേജ് ആയാൽ ഉത്തരവാദികളായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ നമ്മുടെ വർക്ക്ഷോപ്പ്, നമ്മൾ എവിടെയാണോ ലാപ്ടോപ്പ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം കണ്ടെത്തുക, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക, നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് നിരത്തുക, ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ 694 അതേപോലെ നമുക്ക് തെർമൽ പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ MX ആണ്. ഐസോപ്രോപ്പൈൽ ആർട്ടിക്കിൾ 99% യൂസ് ചെയ്യുക. പിന്നെ ഓപ്പണർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രഷസ്, സ്ക്രൂ ഡ്രൈവർ, റിഫ്ലക്ടർ, ടിഷ്യൂ പേപ്പർ, പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മൈക്രോഫൈബർ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ഇഷ്യൂള്ള പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അടയില്ല, ഇതിൻ്റെ സൈഡ് തുറക്കില്ല, അതായത് തുറന്നാൽ തന്നെ ഇത് വർക്ക് ചെയ്യില്ല, ഇതിന് ചാർജറില്ല, ഇതിന് ബാറ്ററി വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. കംപ്ലീറ്റ്ലി അവർ ഒഴിവാക്കിയത് സിസ്റ്റമാണ് നമ്മളിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരം സിസ്റ്റം നിങ്ങൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുമ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് റെഫറൻസ് ചെയ്ത് നന്നായിരിക്കും. കാരണം സിസ്റ്റം ഡാമേജ് ആവാനുള്ള സാധ്യത പിന്നെയും കൂടി പറയുകയാണ്. കാരണം ആദ്യ കാലത്താണ് സിസ്റ്റം വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് പ്രശ്നം കിട്ടാറുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇതൊരു ഡെഡായി ഒഴിവാക്കിയൊരു സിസ്റ്റം കൂടിയാണ്. കിട്ടിയെന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് കൊണ്ടുതന്ന ആൾക്ക് ഇത് ഒഴിവാക്കിയ സിസ്റ്റമാണ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കുമെന്ന് വെച്ചിട്ടാണ് അത് നമ്മളിത് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഒന്ന് ക്ലീൻ ചെയ്തതാണ്. കാരണം റൂമിൽ വയ്ക്കുന്ന ബാക്കിയുള്ള സിസ്റ്റംസിൻ്റെ എടുക്കാനായിരിക്കും. അപ്പോൾ അതിലേക്കൊന്ന് പോയി വരാതിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. ഏത് ലാപ്ടോപ്പിൽ നിന്ന് ശ്രദ്ധിച്ചത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. കാരണം ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാനുള്ള സാധ്യത ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഡിവൈസൊക്കെ വരുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നതിന് തൊട്ടുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ബാറ്ററി ആദ്യം ഫസ്റ്റ് റിമൂവ് ചെയ്യാം. ശേഷം എല്ലാ സ്ക്രൂസും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കില്ല, എല്ലാ സ്ക്രൂസാണ് ഏതൊക്കെ ഡിവൈസാണ് നമ്മൾ ഊരാൻ പോകുന്നത്. നമുക്ക് മെയിൻലി ഇവിടെ തെർമൽ ഹീറ്റിംഗ് പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് മദർ ബോർഡ് മൊത്തം അഴിച്ച് ഉള്ളിൽ പൊടിയൊക്കെ കളഞ്ഞിട്ട് ടോട്ടൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളിത് തിരിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തെർമൽ പേസ്റ്റ് ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം ഞാനൊന്ന് ഊരി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തെർമൽ പേസ്റ്റ് അവിടെ ഉള്ളി ഒന്നും കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ ഓക്കെ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തെർമൽ പേസ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നതിൻ്റെ ലിങ്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സിൻ്റെ ലിങ്കും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോൺ മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ആമസോൺ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമുക്ക് അതിന് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. സോ ഇതിൻ്റെ ഇത്രയും ടൈനി ആയിട്ടുള്ള ഈ സ്ക്രൂസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ വയർ എല്ലാം ഊരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് 500x സ്പീഡിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും ലെങ്തി വീഡിയോ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ സാധാരണ നോർമൽ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ്. സോ ഇവിടെ തന്നെ വലിച്ചു ഊരിയിരുന്നെങ്കിൽ ഇതിൻ്റെ താഴത്തെ സ്ട്രിപ്പ് പോകും. ഇവിടെ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഷാർപ്പ് എഡ്ജ് ടൂൾസാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ സിസ്റ്റത്തിൽ യൂസ് ചെയ്തൊരു പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഷാർപ്പ് എഡ്ജുള്ള ടൂൾ വെച്ചിട്ട് നമ്മളൊക്കെ റിമൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾ കുറച്ച് അശ്രദ്ധമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് അങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ബോർഡിൽ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഏത് കാര്യവും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുക. ഞാനിവിടെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചാണിത്. പക്ഷേ ആൽക്കഹോൾ ആക്കിയിട്ടില്ല, അല്ലാണ്ടാണ് ക്ലീൻ ചെയ്തത്. ജസ്റ്റ് പൊടി കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്ത് എനിക്ക് കരിഞ്ഞു പോയ പോലെ ഉണ്ട്. ഇത് മൊത്തത്തിൽ പുക പിടിച്ച പോലെ ഉണ്ട്. ഇതിൻ്റെ
ഒരു സൈഡിൽ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. ചെറിയൊരു ബെൻഡ് അതിൻ്റെ വെൻറ്റിൽ പൈപ്പിൻ്റെ അവിടെ ചെറിയൊരു ബെൻഡ് കാണുന്നുണ്ട്. അതെങ്ങനെ വന്നതെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ആരോ അഴിച്ചു പൊളിച്ചത് നല്ലൊരു കളി ആദ്യം കളിച്ചിട്ടുണ്ട്. അതാണ് മൊത്തത്തിൽ ഇത് ഇങ്ങനെ ആയത്. ഇനി വളരെ സൂക്ഷ്മതയോടെ വേണം. ഇതാണ് നമ്മുടെ പ്രൊസസ്സർ, ഇതിൻ്റെ ബ്രെയിൻ. എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സോ ഇതാണ് നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്. അത് 2 യൂണിറ്റ് വേണം. ഒന്ന് അതിൻ്റെ ഗ്രാഫിക്സ് ആണ്, ഒന്ന് അതിൻ്റെ പ്രൊസസ്സറാണ്. ഇന്റൽ i5 പ്രൊസസ്സറാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് ഞാൻ മൈക്രോഫൈബർ ക്ലോത്തൊക്കെ വെച്ച് തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ ബോർഡ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡോ അല്ലെങ്കിൽ ഇത്ര ഐസോപ്രോപ്പൈൽ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും സിസ്റ്റത്തിലെ ബോർഡ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത്തരം പരിപാടികളൊക്കെ ഫസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട സമയം നമുക്ക് ലാഭിക്കാം. ഇവിടെ ഇവർ കുറേ പേപ്പറൊക്കെ അടിച്ച് കയറ്റി ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ, എന്നിട്ടും അത് റെഡി ആയില്ല. അങ്ങനെയൊക്കെയാണ് അവർ എന്ത് സെറ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ആ ഐഡിയ വർക്കായിട്ടില്ല. നമുക്കിത് മൊത്തം അഴിച്ച് ബോർഡ് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പൊടി തട്ടിയിട്ട് വരാം. അങ്ങനെ ഫുൾ ബോഡി പൊടിയെല്ലാം തട്ടി തിരിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതേപോലെ ഫാനും എല്ലാം പൊടിയെല്ലാം പുറത്ത് കൊണ്ട് തട്ടി. പൊടി തട്ടുന്ന സമയത്ത് നമ്മുടെ ഫാന് കറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൻ്റെ ഫാനിൻ്റെ മുകളിൽ പിടിച്ചിട്ട് തന്നെ തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ശക്തിയിലടിക്കുമ്പോൾ അതിൻ്റെ ലീഫ് പൊട്ടി പോകാനോ അല്ലെങ്കിൽ തിരിച്ച് കറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് മാറി പോകണ്ട. കറക്റ്റ് ലെഫ്റ്റിന് റൈറ്റിലേ പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ പരിപാടി തെർമൽ പേസ്റ്റ്, ആർട്ടിക്കിൻ്റെ MX4 എന്ന് പറയുന്ന തെർമൽ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം ഇരിക്കും, ഇത്ര വേണ്ട. അത് ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടോളാം. അതായത് ഇവിടെ ഒരു ചെറിയൊരു ഡ്രോപ്പ്, വളരെ കുറച്ച് മതി, ചെറിയൊരു ഡ്രോപ്പ് കൊടുത്താൽ മതി. ഞാനതൊന്ന് ജസ്റ്റ് നോർമലാക്കി ഇത് സെൻട്രലൈസ് ചെയ്തത്. പരത്തേണ്ട ആവശ്യമില്ല. അത് മുകളിൽ ഇത് പ്ലേറ്റ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പരന്നോളും. അതുപോലെ ഇനി രണ്ടാമത്തെ ഫാൻ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൈ തട്ടിയെടുത്ത് കുറച്ച് ഇങ്ങോട്ട് പേസ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഞാനത് റബ്ബ് ചെയ്ത് ശരിയാക്കി. ഓക്കെ, ജസ്റ്റ് യെസ്, പിന്നെ കണക്റ്റഡായി. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ശക്തി കൊടുത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി അതൊന്ന് ബോർഡിൽ റബ്ബ് ഒരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സർക്യൂട്ട് ലൈൻ അങ്ങ് പോകും. എല്ലായിടത്തും ഒരു കോമ്പണൻറ്റ് ഡെഡ് ആവും. പിന്നെ മദർ ബോർഡ് വാങ്ങേണ്ടി വരും. അത് നല്ല കോസ്റ്റ്ലിയാണ്. ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി സ്ട്രിപ്സാണ് എപ്പോഴും നമുക്ക് പൊട്ടിപ്പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഊരുന്ന സമയത്ത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതേപോലെ സ്ക്രൂസ്, എല്ലാ സ്ക്രൂ ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഡിസ്പ്ലേ പോർട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ വെച്ചിട്ട് അധികം ഒറ്റ അമർത്തിൽ നമുക്ക് കാണാം ബാക്കിൽ കറുപ്പിൽ. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ആദ്യം അത് പ്ലേസ് ചെയ്യാം. കറക്റ്റ് പ്ലേസ് ചെയ്ത് ഇനി ഒന്ന് നമ്മൾ ചെറിയൊരു ടിക്കിന് സൗണ്ട് വരും. യെസ്, ഒറ്റ പ്രാവശ്യം ടിക്കിന് വന്നാൽ ഓക്കെ. 2-3 ടിക്ക് വന്നാൽ വേറെ എവിടെയൊക്കെ പൊട്ടി നിർത്താം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യാം. ഇനി ഓരോ സ്ക്രൂസ് പകുതി ഫുൾ ടൈറ്റ് ആക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടൈറ്റ് ആക്കുന്നുള്ളൂ, മുഴുവനായി ടൈറ്റ് ആക്കുന്നില്ല. അതിനുശേഷം ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഡിസ്പ്ലേ പോർട്ടിൻ്റെ, അത് കറക്റ്റ് ടൈറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ ഒന്നും കൂടി ഒരു റൗണ്ടും കൂടി ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ സ്ട്രിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രിപ്പ്, ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ലീവ് ചെയ്യുകയാണെങ്കിൽ അടിച്ച് കയറ്റാൻ നോക്കുകയാണെങ്കിൽ അത് കയറില്ല. ഇപ്പോൾ ഇത് ലോക്കാണോ അൺലോക്കാണോ നമുക്ക് മനസ്സിലാവുന്നില്ല, ഉണ്ടോ? ഇത് കൺഫ്യൂഷൻ ടൈപ്പ് സാധനമാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് താത്തി ലോക്ക് ചെയ്തു. ഇനി അത് പുറത്തേക്ക് വരില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം. എനിക്ക് വലിക്കുന്ന സമയത്ത് പിടിച്ച് വലിക്കരുത്. ഞാൻ ചെറിയ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫോഴ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാനവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ഇതതിൻ്റെ അൺലോക്ക്, ഇത് ലോക്ക്. ഇപ്പോൾ അത് ലോക്കായി, ഇനി ഇത് വരില്ല. അതേപോലെ ഇപ്പോഴത്തെ ഇതാണ് നമ്മൾ കീബോർഡിൻ്റെ സ്ട്രിപ്പും അതിൻ്റെ അടിഭാഗം റോങ് ആയിട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ മടങ്ങിപ്പോവും. പിന്നെ അത് വർക്ക് ചെയ്യുക. അത് വളരെ സൂക്ഷ്മതയോടെ നല്ല അതിലേക്ക് പ്ലേസ് ചെയ്യുക, ലോക്ക് ചെയ്യുക. MB എന്ന് വെച്ചാൽ മദർ ബോർഡിലേക്ക്, MB എന്ന് ഉദ്ദേശിച്ച ഭാഗം മദർ ബോർഡിലേക്കാണ്. അത് വരുന്നത് ടച്ച് പാഡിൽ നിന്നാണ്. ആ ടച്ച് പാഡിൽ നിന്ന് നേരെ MB എന്ന് പറയുന്ന പോർഷൻ മദർ ബോർഡിലേക്ക് മെല്ലെ ക്ലീൻ ചെയ്യുക. അത് പെട്ടെന്ന് പൊട്ടിപ്പോവുക സാധനം. ആ ബ്ലൂ കളറുള്ള അതിൻ്റെ ആ ഗാർഡും പറഞ്ഞു വരും. അതേപോലെ അതിൻ്റെ അടിയത്തെ സ്ട്രിപ്പിൻ്റെ അത് പെട്ടെന്ന് ആശയം. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ മെല്ലെ വെച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അത് ലോക്കായി, സെറ്റ്. എല്ലാ സ്ട്രിപ്പുകളും കണക്റ്റ് ആകുമെന്നൊന്ന് ജസ്റ്റ് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഏതെങ്കിലും സ്ട്രിപ്പ് ബാക്കി, ഇവിടെ ഇപ്പോൾ സ്പീക്കറിൻ്റെ ഇതുണ്ടായിരുന്നു, അതേപോലെ ഇനി ഏതെങ്കിലും സ്ട്രിപ്പ് അതെല്ലാം കറക്റ്റ് പ്ലേസ് ചെയ്യണം. കാരണം ഇനി നമുക്ക് ബാറ്ററി വെക്കണം. ബയോസ് ബാറ്ററി വെച്ചു. ഇനി നമുക്ക് മെയിൻ ബാറ്ററി വെക്കാം. കാരണം ഇത് മെയിൻ ബാറ്ററി ഇതെല്ലാം വെച്ചിരിക്കുന്ന രീതി ചെറിയൊരു ചേഞ്ച് അങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് കറക്റ്റ് ആ സെറ്റിംഗ് പൊസിഷനിൽ പ്ലേസ് ആവില്ല.
കാരണം അത്രയും അങ്ങനെയാണ്, വളരെ കോമ്പാക്ട് ഡിസൈനാണ്. അങ്ങനെ പ്ലേസൊക്കെ അങ്ങനെയാണ്. കണ്ട് ഇവിടെ ഒരു വയർ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിക്കണത് റെഡി. എവിടെയെങ്കിലും വയർ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നിലെ വയർ ജാമായി ഷോർട്ടായി പോകും, അതല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കില്ല. ഇത് ഇങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ എല്ലാം ലോക്കിംഗ് അത്ര കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ലോക്ക് ഓരോ അൺലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് കറക്റ്റ് സിറ്റിംഗ് ആവുള്ളൂ. അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ച് ഈ ലാപ്പ് അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ അഴിക്കുന്ന സമയത്ത് അവിടെ ഫുള്ള് സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഭാഗത്ത് സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് നാശമാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഇതൊരു കറുത്ത പേപ്പറും അതേപോലെ തന്നെ ഒരു ഡബിൾ സൈഡ് ഷീറ്റും വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു പോർട്ട് കറക്റ്റാണ്. രണ്ടാമത്തെ പോർട്ട് കറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അമർത്തണം, ചെറിയൊരു പ്രഷർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റ് പ്രോപ്പറാവും. അപ്പോൾ നമുക്ക് 2 USB കേബിളും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, റെഡി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം, എന്താ അവസ്ഥ നോക്കട്ടെ. ചിലപ്പോൾ ഡിസ്പ്ലേ പോർട്ട് ഡയറക്റ്റ് എടുക്കണം എന്ന് നിർബന്ധമില്ല. കീബോർഡിൽ ലൈറ്റ് വന്നു. കുറച്ചൊരു സമയം എടുക്കും. ചിലപ്പോൾ ഡിസ്പ്ലേ ഡ്രൈവർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അത് ബുട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്ത് നോക്കട്ടെ. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഫാനും കറങ്ങുന്നില്ല, അപ്പോൾ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, നോക്കട്ടെ. യെസ്, ഡിസ്പ്ലേ ഇപ്പോൾ പ്രശ്നമില്ല. ഡിസ്പ്ലേ എക്സ്ട്രാ ഒരു മോണിറ്റർ കണക്ട് ചെയ്യാൻ എടുത്തപ്പോഴേക്കും ഇത് ഓണായി. ഇൻവാലിഡ് കോൺഫിഗറേഷനാണ്. നമ്മളത് ബാറ്ററി ഇതെല്ലാം റിമൂവ് ചെയ്തതിനെ കൊണ്ടാണ്, ബയോസ് അടക്കം. അപ്പോൾ ജസ്റ്റ് ആ കോൺഫിഗറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോഴും ഫാൻ കറങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. അത്രയും ചെറിയ ഫാനാണ്. നോക്കട്ടെ, പോയോ? യെസ്, ഫാൻ കേട്ടില്ലേ? ഫാൻ കറങ്ങുന്നുണ്ട്, ബെൽ ഓണായി വരുന്നുണ്ട്. അതാ ഒരു ഇനീഷ്യൽ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിനെ കൊണ്ട് അതിൻ്റെ മെമ്മറി എല്ലാം പോയിട്ടുണ്ടാവും. ഐ മീൻ ബയോസ് എല്ലാം റിമൂവ് അതിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ടൈം എടുത്തത്. യെസ്, സക്സസ്ഫുൾ. സിസ്റ്റം ഓൺ ആയിരിക്കുകയാണ്. 2 ബൂട്ട്, ഓക്കെ. 2 അക്കൗണ്ട് നമുക്കറിയില്ല. ഒന്നിൽ നമുക്കിത് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു OS ചെയ്യാം. സെറ്റ്. സോ ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്ത ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ 13 സീരീസിൽ വരുന്ന 5310 എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ലൈറ്റ് വെയ്റ്റ് പ്രീമിയം അൾട്രാ ബുക്കാണ്. ഇത് മെയിൻലി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ലിം ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാവലേഴ്സ്, സ്റ്റുഡൻസ്, അതിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന് ഡിസൈൻ ചെയ്തതെങ്കിലും ഇത്തരം സ്ലിം ആയിട്ടുള്ള ലാപ്ടോപ്പുകൾക്ക് വരാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ, അതായത് വൺ തിങ് യു നീഡ് ടു കീപ്പ് ഓൾവേസ് ഇൻ ദ മൈൻഡ്, കോമ്പാക്ട് ഡിസൈൻസിന് മെയിൻ ആയിട്ട് വരുന്നത് ഹീറ്റ് ഇഷ്യൂ ആണ്. ഹീറ്റ് ചലഞ്ചസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതേപോലെ ഇത്രയും സ്ലിം ആയിട്ടുള്ള ബാറ്ററിക്ക് അധികം ലോഡ് എടുക്കാൻ പറ്റില്ല. അതായത് CPU, GPUസിനൊക്കെ കുറച്ച് ഹെവി വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡ്രൈൻ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഓൺ ബോർഡ് റാമാണ് വരുന്നത്. അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് ടേക്ക് യുവർ നിങ്ങൾ ടൈം എടുക്കുക. വളരെ 1 by 1 ഓരോ സ്റ്റെപ്സും നോക്കിയിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ലാപ്ടോപ്പ് സർവീസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെല്ലിൻ്റെ ഈ സീരീസ് ഉപയോഗിക്കുന്ന നിങ്ങളൊരു ഫ്രണ്ടിന് ഇത് സജസ്റ്റ് ചെയ്യുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.